അതിശയകരമായ വളർച്ചയും അപ്രതീക്ഷിതമായ തളർച്ചയും ബൈജു രവീന്ദ്രന്റെ ജീവിതത്തെ ഒറ്റ വാചകത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം. ബൈജൂസ് എന്ന ടെക് ഭീമൻ കമ്പനിയുടെ വളർച്ചയും തളർച്ചയും ഒരു നാൾ വഴിയിലൂടെ പരിശോധിച്ചാൽ ബൈജു രവീന്ദ്രൻ എന്ന സ്ഥാപകന്റെ പഠനകാലം മുതൽ തുടങ്ങേണ്ടി വരും. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ബൈജു പിന്നീട് ഒരു സാധാരണ എഞ്ചിനീയറിംഗ് ബിരുദധാരിയെ പോലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിക്ക് ചേരുന്നു. അവിടെ വെച്ച് സാധാരണ ജോലികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലികൾക്കിടയിൽ ബൈജു തൻ്റെ മേഖല ഇതല്ലെന്നും തൻ്റെ ദൗത്യം ഇതല്ലെന്നും സ്വയം തിരിച്ചറിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം കോമ്പറ്റേറ്റീവ് എക്സാമും മത്സര പരീക്ഷകളും മറ്റ് പരീക്ഷകൾക്കുമൊക്കെയായി സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കുന്ന ആ പ്രക്രിയയിലേക്ക് ബൈജൂസ് കടക്കുന്നു. ഒരുപക്ഷെ ബൈജൂസ് ആപ്പ് എന്ന ആശയത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. ഏതാണ്ട് 2007 തുടങ്ങിയ ബൈജൂസിന്റെ ആ സംരംഭം വലിയ വിജയമായതോടെ തന്നെ 2015 എത്തിയപ്പോൾ ആ ആശയം പേപ്പറിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിലേക്ക് എത്തുന്നു. ബൈജൂസ് ആപ്പ് എന്ന സംരംഭത്തിലേക്ക് എത്തുന്നു. 2015 തുടക്കകാലത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത്ര കണ്ടൊന്നും സുപരിചിതമല്ല ഈ ആപ്പിലൂടെയുള്ള പഠനം എന്നത്. പക്ഷേ ക്രമേണ ഓരോ വർഷം കഴിയും തോറും ബൈജൂസ് ആപ്പിന്റെ വളർച്ചയാണ് പിന്നീട് ലോകം കണ്ടത്. 2015 ഇന്ത്യയിൽ മാത്രമായിരുന്നു ആ കമ്പനി പ്രവർത്തിച്ചതെങ്കിൽ 2018 അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെയായി വ്യാപിക്കുന്നു. 2018 കഴിഞ്ഞ് 2020 കമ്പനിയുടെ പൊതുവെയുള്ള ചിത്രം തന്നെ മാറുന്നു. മൊത്തം ഏതാണ്ട് $3.4 ബില്യൺ ആസ്തിയുള്ള സ്ഥാപനമായി ബൈജൂസ് മാറുന്നു. അതോടൊപ്പം തന്നെ ബൈജു രവീന്ദ്രൻ എന്ന ആ സ്ഥാപകന്റെ പേരും പ്രശസ്തിയും അതിനോടൊപ്പം തന്നെ ഉയരുന്നു. 2020 കോവിഡ് കാലം നമുക്കറിയാം, വീട്ടിലിരുന്ന് പഠിക്കേണ്ട സാഹചര്യം, അത് വലിയ സാധ്യതയായി ബൈജൂസ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ബൈജൂസ് വലിയ നിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുക എന്ന ആ വലിയ പ്രസ്റ്റീജിയസ് ആയ ഗ്ലാമറസ് ആയ ദൗത്യം ബൈജൂസ് ഏറ്റെടുക്കുന്നു. ഒപ്പം സഹ കമ്പനികൾ അല്ലെങ്കിൽ മത്സരിക്കാൻ ഒപ്പം ഉണ്ടായിരുന്ന ആകാശ് പോലുള്ള കമ്പനികൾ ബൈജൂസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സമാനതകളില്ലാത്ത തലപ്പൊക്കത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ബൈജു രവീന്ദ്രനും ബൈജൂസ് എന്ന സ്ഥാപനവും. അത് കഴിഞ്ഞ് 2022 എത്തിയതോടെ ചിത്രം വീണ്ടും മാറുന്നു, കഥ വീണ്ടും മാറുന്നു. അവിടെ ഏതാണ്ട് $400 മില്യൺ, ചെറിയ തുകയല്ല, $400 മില്യൺ നിക്ഷേപം ബൈജൂസിലേക്ക് വരുന്നു. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാരിൽ നിന്നുൾപ്പെടെ നിക്ഷേപം ബൈജൂസ് എന്ന കമ്പനിയിലേക്ക് വരുന്നു. അതോടുകൂടി ബൈജു എന്ന അല്ലെങ്കിൽ ബൈജു രവീന്ദ്രൻ എന്ന ഒരു സംരംഭകന്റെ ഗ്രാഫ് തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ആ വളർച്ചയുടെ ആയുസ് അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാലം തെളിയിച്ചത്. ക്രമേണ ഓരോ വർഷങ്ങൾ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മാസങ്ങൾ കഴിയും തോറും ബൈജൂസിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. കമ്പനി പതുക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു, ജീവനക്കാർ പ്രതിസന്ധിയിലേക്ക് പോകുന്നു, ജീവനക്കാരെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് ബൈജൂസ് എന്ന കമ്പനി പോകുന്നു. തൊട്ടു പിന്നാലെ തന്നെ നിക്ഷേപകർ ബൈജുവിനെതിരെ തിരിയുന്നു. ബൈജു രവീന്ദ്രനാണ് ആ കമ്പനിയിലെ മുഖ്യ ഓഹരി പങ്കാളി. അദ്ദേഹത്തിനെതിരെ മറ്റ് നിക്ഷേപകർ തിരിയുന്ന സാഹചര്യം. ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർണ്ണമായും സാമ്പത്തിക തകർച്ചയിലെത്തിയ ബൈജൂസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്കെതിരെ, ബൈജു രവീന്ദ്രനെതിരെ ED സാമ്പത്തിക ക്രമക്കേട് കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ഇപ്പോൾ ബൈജു ഇന്ത്യ വിട്ട് മറ്റൊരിടത്ത് അഭയം തേടിയിരിക്കുന്നു. ഇങ്ങനെ ലളിതമായി വിവരിക്കാം ബൈജുവിന്റെയും ബൈജൂസ് എന്ന സ്ഥാപനത്തിന്റെയും കഥ.